ഈ ഒരു പ്രൊജക്റ്റ് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വേറെ പ്രൊജക്റ്റ് വരുമായിരിക്കും. ഇതിനു മുമ്പ് ഞാൻ ബിഗ് ബോസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനേക്കാൾ നല്ലൊരു പൊസിഷനിലേക്കും ഇല്ലെങ്കിൽ ഷോ ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം, അത്രയേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. താങ്കളൊരു യാത്രയുണ്ടല്ലോ, ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നു ആദ്യം ഹിന്ദി ചെയ്തു, ആ യാത്ര എങ്ങനെയായിരുന്നു? ഇപ്പം ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഷോകളിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു ഷോ ആയിരിക്കും ബിഗ് ബോസ്. ഞാൻ ഡൽഹിയിലാണ് ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ബോംബെയിൽ വന്ന് ഞാൻ ആദ്യത്തെ ഷോ ബിഗ് ബോസ് ആണ്. ഫസ്റ്റ് ഷോ ഇൻ ബോംബെ വാസ് ബിഗ് ബോസ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് അമേസിങ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വന്നത് ബിഗ് ബോസ് ആദ്യം തുടങ്ങിയത് നെതർലാൻഡ്സിൽ ആദ്യം തുടങ്ങിയ അവിടുത്തെ ആദ്യത്തെ സ്റ്റോറി എഡിറ്റേഴ്സാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യാൻ വരുന്നത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇന്നിപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞു, ഒരുപാട് സീസണുകളായി, ഇപ്പോൾ നമുക്ക് തന്നെയൊക്കെ ട്രെയിൻ ചെയ്യാം. പക്ഷെ അന്ന് ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു ഷോ അറിയില്ല. നമുക്ക് 2 ആഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മളവിടെ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു ഫീലാണ്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് പർട്ടിക്കുലർലി മനസ്സിലാക്കി അത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അതിന് ഇത്രയും ടൈമിനുള്ളിൽ, അതായത് നോട്ട് 24 hours നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോസ്. അത് ഭയങ്കര ഒരു ഫീലാണ്.